ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൊടുക്കുന്ന ചക്രം ഉണ്ടേല് തന്റെ ഈ തിണ്ണേല് 4 നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ. ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നിരിക്കേ. വരുന്നുണ്ട്. തോമാച്ചൻ നേരിട്ട് തന്നെ ചോദിച്ചാ മതി. ദേ കണ്ടില്ലേ, നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ പറഞ്ഞതാ നരീനോട്, എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട്, അവന്മാര് കാട്ടിക്കേറി നല്ല 1-ാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ടു തരും. എന്നതാ വേണ്ടേന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിയിപ്പിച്ചിട്ടോടാന്ന്. ആര് കേക്കാൻ? ആ കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്ന് തന്റെ അമ്മായിയപ്പനില്ലേ ഉമ്മച്ചൻ കോണ്ടാക്ടർ, അത് ഞാനൊരു സപ്രപഞ്ചം പണിത് കൊടു. എനിക്കിതാ ഇവന്റെ ഇതേ ഇരുന്ന ഊരിറക്ക. സാറന്മാരാരും ഈ വഴിക്ക് വിരുന്ന് കയറണ്ട. നല്ല ചായ. ഒന്ന് പോടാ. ദേ പ്രഭേ, നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞിങ്ങോട്ട് വിടും. ഇൻസ്റ്റാൾമെന്റുകാര് സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കുടച്ചക്കറോ എന്നതാ വേണ്ടെന്ന് വെച്ചാ ഇറക്കിച്ച് പോവന്മാര്. സൗകര്യം ഉള്ളപ്പോ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ അടവടച്ചാ മതി. ഇനി ഇല്ലേ ഒട്ടടയ്ക്കുകയും വേണ്ട. നമ്മുടെ പിള്ളേരാടാ. ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറ്റ എന്റെ മുറ്റത്ത് കാല് കുത്തിയാലുണ്ടല്ലോ അവന്റെ നടുവ് ഞാൻ ചവിട്ടി പറിക്കും. ഒടിക്കോ പറിക്കോ എന്നാ ചെയ്യ്, നിന്റെ ഇഷ്ടം. ഇന്നാ പറവേ മോനെ. കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാച്ചൻ കാണാൻ വന്നിരുന്നു കണ്ണൂര്. ഓർമ്മയുണ്ടോടാ മക്കളെ? ഇപ്പൊ അവസ്ഥയൊക്കെ മാറി, മച്ച് ബെറ്റർ ഇല്ലടാ. ഇവനെ ഇവിടെ ചേർത്തോ? നാഷണൽ പബ്ലിക് സ്കൂൾ നല്ല ഫസ്റ്റ് പള്ളിക്കൂടം. എടാ എന്ത് ആദർശം വേണേലും നീ പറഞ്ഞു, പക്ഷെ ഒരൊറ്റ കാര്യം, കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ അത് വെച്ച് നീ കളിക്കരുത്. ബട മക്കളെ നമുക്ക് പോയേക്കാം. ഞാനും ഇനി ഞാൻ കൊണ്ടുപോവാ. ഡിന്നർ കൊടുത്ത് കുറിപ്പിന്റെ കൂടെ തിരിച്ചു വിട്ടേക്കാം. ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട, ഫുഡ് ഞാൻ കൊടുത്തയച്ചോളാം. വേണ്ട. അതെന്നാടാ? നീ ഇവനെയും കൊണ്ട് വയ്ക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഇന്ന് അത്താഴം അവിടെ നിന്റെ വീട്ടില്. ഓക്കേ, നമുക്ക് പോവാമോനെ. പിന്നെ നരി, നീ പോരുമ്പോ അയച്ചു തന്ന സാധനം അതും കൂടെ എടുത്ത് വണ്ടിയിലിട്ടേ. ഓക്കെ. എടാ മറ്റേ ഷക്കീല, നമുക്ക് നാരങ്ങാ നീര് പറ്റി നക്കാവടാ. എന്നാ? താങ്ക് യു. എടാ ദേ, ഇനി മാഡം വന്നിറങ്ങുമ്പോ അവര് വെയിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത്. എത്തിയല്ലോ. ഗുഡ് ഈവനിങ് മാഡം. ഞാൻ തോമസ് ആന്റണി, SP. ബാലു മുമ്പ് തൃശ്ശൂർ ഇരുന്നപ്പോ അതേ SP ആയിരുന്നപ്പോ ഞാൻ PG സർക്കിളാ. ഇടയ്ക്കിടയ്ക്ക് അതേ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയേറിച്ചായിട്ട് വരുമായിരുന്നു വീട്ടിൽ. അയ്യോ മാഡം, ഇത് നരേന്ദ്രൻ, AC-യാ. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. വരൂ. ടിപ്പിക്കൽ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ. അതല്ലാതെ വേറെ മരണകാരണമൊന്നും പറയാനില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോലീസ് റിപ്പോർട്ടിലും അല്ലേ? അതെ അതെ. കണ്ടില്ലേ, ഇന്റാക്ട് ആയിട്ട് മുഖം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈസ് എ കംപ്ലീറ്റ് മെസ്. ഒടിയാനും ചതയാനും ഇനി ഒന്നും ബാക്കിയില്ല. മാം പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഓ സർ, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. ഇവിടെ അയ്യോ എടാ, മാഡത്തിന് 6 മണിക്കൂർ റിസപ്ഷൻ ഉണ്ട് അല്ലേ മാം? അതെ. ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമ്പോ തന്നെ പഴകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ വൈകിക്കണ്ട. ഈ പാട് ഇൻക്വസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ഒബ്സർവേഷനിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും? നോ. റിപ്പോർട്ട് നിങ്ങളും വായിച്ചതല്ലേ? അതെ. എനിക്ക് ഒരു 5 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കണം.
എടാ ഫേസിന്റെ ക്ലോസ് ഷോട്ട്സ്, എല്ലാ പോസിബിൾ ആംഗിൾസും, പിന്നെ ഫുൾ ബോഡി, സർ. ഇഞ്ച് ടു ഇഞ്ച്, എവറി മാർക്ക് ഇൻ ഡീറ്റെയിൽ. സർ. ഡോക്ടർ പ്ലീസ് കം, പ്ലീസ് കം. ഉവ്വ 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 സാർ. അയ്യോ ഇല്ല സാർ. ഉവ്വ ഉവ്വ കേറി വാടാ. ഞാൻ എത്തിക്കോളാം സാർ. ഇല്ല സാർ, ഞാൻ വെയിറ്റ് ചെയ്തോളാം സാർ. ഉവ്വ. ഓ CM ആയിരുന്നു. ഉവ്വ ഉവ്വ. ഫ, കളിയാക്കുന്നോടാ. അല്ല പിന്നെ ചില നേരത്തെ സാറിന് ഈ പഴയ നാടകത്തിലെ നാലണ പോലീസിന്റെ ഊര മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് നിന്ന് അറ്റൻഷൻ ആവുക, ഫോണിൽ കൂടെ സല്യൂട്ട് ചെയ്യുക, അവിടെ ചീത്ത വിളിച്ച ഇവിടെ മൂത്രം ഒഴിക്കുക. നാണമില്ലേ സാറേ? അയ്യേ. ഡാ. ആ? ആ, എന്നിട്ട് ബോഡി എക്സാമിൻ ചെയ്തിട്ട് എനി ലീഡ്സ്? അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ IG ബാലുവിന്റെ IG ബാലുവോ? നിന്റെ കീഴാഫീസറാന്നോട് IG ബാലഗോപാലൻ സാർ. ആ ബാലഗോപാലൻ സാർ. ആ, അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടർ രത്നകുമാരി. ഷീസ് ടു ഗുഡ് എ പ്രൊഫഷണൽ. അങ്ങനെ ഒന്നും മിസ് ചെയ്തായിട്ട് തോന്നുന്നില്ല. എക്സെപ്റ്റ് ഈ മുറിവ് അടികൊണ്ട പാടാ. എന്ന് വെച്ചാൽ കമ്പിളി കണ്ടൻ ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് 6 സ്റ്റിച്ചിട്ട പാടും. അതുകൊണ്ട് സാർ ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചില്ല. മഹാസ്ട്രലിലും എൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട്. ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. അഥവാ അവരിത് നെഗ്ലക്ട് ചെയ്തു. അയ്യോ, മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തെന്നല്ല, അങ്ങനെ ആവണമെന്നുമില്ല. നീ അവരോട് ചോദിച്ചില്ലേ? ചോദിച്ചു. ഇനി ഇതിന്റെ പേര് മോളിൽ നിന്ന് തെറിവെല്ലാം വരുവോ? നീ പറഞ്ഞു കുഴപ്പിച്ചോ? ഇല്ല സാർ, ഒരു IPS കാരന്റെ രണ്ടാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചുള്ളൂ. എന്നിട്ട് അവരുടെ വെർഷൻ കറക്റ്റ് ആണ്. മരണവുമായി ഈ മുറിവിന് ബന്ധമില്ല. ഇത് മരണ കാരണമോ കാരണങ്ങളിലൊന്നോ അല്ല. സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല. അങ്ങനെ പറഞ്ഞോ ഡോക്ടർ? പറഞ്ഞു സാർ. ഈ ജോസ് മരിക്കുന്നതിന് മുമ്പ്, അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ഒരു ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. മടിയാകാം, ലാത്തി, ക്ലബ്ബ്, വാക്കിംഗ് സ്റ്റിക്ക്, ചുറ്റിക, എനിത്തിങ്. വെറും മടിയല്ല, ലോഹം. അങ്ങനെ എന്തോ കൊണ്ട് അടിച്ച മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ്. അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഡോക്ടർ? ഇല്ല. പിന്നെ കണ്ടാലറിയാം സാർ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ, ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും. IPS കാരന്റെ കണ്ണിൽ അത് പെടണമെന്നില്ല. ഓഹോ, അതെന്താ സാർ? ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാര്, അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ, ചത്തവന്റെ ബോഡി വായിക്കാറില്ല. വേണോടാ? വേണ്ട. ഇനി വേറെന്തെങ്കിലും ഉണ്ട് സാർ, ചോദ്യങ്ങളാണ്. അത് ശരി. അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ? യെസ്, മർഡർ ആണെന്ന് നിങ്ങൾ പറയുന്നു. എനിക്ക് ഉറപ്പില്ല, അങ്ങനെ ആവാം അല്ലേ? അതെ സാർ, ഈ മഹാനഗരത്തിൽ ഒരു വർഷം 100 കണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ. മർഡേഴ്സ്, അജ്ഞാത മൃതദേഹങ്ങൾ, അങ്ങനെ പലതും. അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല, ഒന്നും ഒട്ട് തെളിയാറുമില്ല അല്ലേ? അതെ. പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത? എടാ, അത് ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സാർ? നിങ്ങളോ അതോ നിങ്ങൾ ഇത് ഏൽപ്പിച്ച മുഖ്യമന്ത്രി? ഇതിപ്പോ ഒരു മർഡർ ആണോ എന്ന് ചോദിച്ചാൽ CM-ന് അങ്ങനെ ഇൻഫർമേഷൻ ഉണ്ട് സാർ. നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി, ബാക്കി വഴിയെ. ബാക്കി വഴി അറിയണം, ചോദിക്കും. ആരോട്? മുഖ്യമന്ത്രിയോടോ? എന്നാ സാർ ചോദിക്കണോ? പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പലെ? നമുക്കൊന്ന് ചോദിച്ചാലോ സാർ? ഓ, ഇവനെന്റെ തല തെറിപ്പിക്കും. രാത്രി ഗസ്റ്റ് ഹൗസില് എടാ CM-നെ കാണുന്നു. ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഷാർപ്പ് 9 PM. ലാൽ സലാം. CM, ഇനി ഒന്ന് ശ്വാസം വിട്ടെ. അയ്യോ CM, ശ്വാസം പിടിക്കാനല്ല. നല്ല ആളോടാ. കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ശ്വാസം കെട്ടിപ്പിടിച്ച് നടക്കുന്നതിന്റെയാ ഇപ്പോഴീ ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോ വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ സാർ ബുദ്ധിമുട്ടായിട്ട്? കേൾക്കുന്നില്ലേ? എന്തുവാ? അതായത് നമ്മള് രാവിലെ ഒരു കട്ടനും കൂടി ചേച്ചിച്ചതിരിക്കുമ്പോ ശരിയാവുന്നില്ല. വായ്ക്ക് രുചിയായിട്ടൊരു ശോധനയില്ല. എന്റെ ഭഗവതി, സത്യം. അത് മാത്രം ഒന്ന് ശരിയായി കിട്ടിയച്ചാ മതി. അതിന്റെ ആ പുള്ളിക്ക് എടുത്തിയാട്ടോ മുൻകോപയല്ല. മരുന്ന് മാറ്റി കുറിച്ചിട്ടുണ്ട് മാഡം, ഇത്തവണ ശരിയായിക്കോളും. ഓ, എവിടെ?
ഇനി ഇത് ശരിയാവണമെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നുകൂടി ലണ്ടനിലെ ആശുപത്രിയിൽ പോയി കിടക്കണം. എനിക്ക് ലണ്ടനാ പഥ്യം. ഇവിടെ പോഴന്മാരാ ഈ ഡോക്ടേഴ്സ്. എന്റെ പൊന്നു ഡോക്ടർ. ശരി സർ, നാളെ രാവിലെ. മാഡം, ആ എടാ, ഞാൻ 20 സെക്കൻഡ് ദുബായിലെത്തും. പിന്നെ അവന്മാരാ ബാലൻസ് സെറ്റ് ചെയ്തിട്ടില്ല. ആ കുത്തിപ്പിടിച്ചിങ്ങ് മേടിച്ചോണം. ചുമ്മാ പപ്പ വെറുതെ പൊട്ടം കളിക്കുന്നല്ലേ മമ്മി. എല്ലാം അറിയാം, ഏത് ഡീലാ, എത്ര എമൗണ്ടാ, എല്ലാം ചുമ്മാ. പറയാം. ഐജി ഷിഹാബുദ്ദീൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്നേ, ഇതിട്ടോണ്ട് പോയച്ചാ മതി. ആരെങ്കിലും കാണാൻ വന്ന് നിൽക്കുമ്പോ ഉടനെ അങ്ങോട്ട് ഓടിച്ചെന്നോളൂ. കക്ഷം കാണിച്ചോണ്ട് അങ്ങോട്ട് ഊരിക്കേ. ഇപ്പൊ വരും. അഭി ആയേഗാ? ആയേഗാ. എടാ തന്നെ എന്തിനാണ് കുറെ നേരം അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്? സർ മുझे മൂഞ്ചാർ में പോസ്റ്റിംഗ്. എടോ മൂഞ്ചാറല്ല, മൂന്നാർ. പന്നിയുടെ ഇന്നാ മൊരങ്ങോടൻ. അല്ലെങ്കിൽ തന്നെ ആ പേര് കേട്ടാ മതി. ഇപ്പൊ ചൊറിയാൻ. സിഎം ഇയാളാ ഇടുക്കിയിലെ പോസ്റ്റിങ്ങിന്റെ മറ്റേ ജഹാംഗീറിന്റെ. ആ കണ്ടാ മതി. ജി സർ. എവിടെയോ മറ്റവൻ പുറത്തുണ്ട്. ആ വിളിപ്പിക്കണോ സഹദേവാ? എന്നാ ഇത് കൂടെ കഴിച്ചേച്ച് ഇങ്ങോട്ട് വാ. പാർട്ടി സമ്മേളനം എല്ലാം തോക്കുവാന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ എടുത്തോട്ടാ. അത് പിന്നെ പണ്ടേ ഉള്ള രീതിയാ. കൂടെ നിൽക്കുന്നവരെ അവർക്കൊരാവശ്യം വരുമ്പോ കൈവിട്ടുകളെ. അതിന്റെ ആയിപ്പോ ആ ജയിച്ചു ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തപ്പോ ഞങ്ങൾക്കൊരു നിധി കിട്ടിയല്ലോ ഭഗവാനെ എന്ന് സന്തോഷിച്ചാ ഞാനും പിള്ളേരും. എന്നാ നീ അകത്ത് പോ. സർ എക്സ്ക്യൂസ് മീ. വാ വാ. ഗുഡ് ഈവനിങ് സർ. നരിയോ പുലിയോ എന്താടോ ഇവന്റെ? സർ നരേന്ദ്രൻ, അസിസ്റ്റന്റ് കമ്മീഷണറാ. സർ ഇവൻ ആളിത്തിരി അധികപ്പറ്റാണോ തന്റെ ഈ നോമിനി? അയ്യോ സാർ, ആ ഒന്ന് പേടിപ്പിക്കാൻ വിളിച്ചതാ. സർ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സിഎം ഇങ്ങനെ നേർക്ക് നേരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ തന്നോട് ഇതുപോലെ? സാർ ഞാൻ ഗാർഡിലുണ്ടായിരുന്നു 2.5 വർഷം. അവസാനത്തെ ടൈമിൽ, പിന്നെ അവസാനം വരെ. ആ നീ ഇയാളോട് ചോദിച്ചെന്ന് കേട്ടു. സിഎമ്മിന് എന്താ ഈ കേസിൽ പ്രത്യേക താല്പര്യമെന്ന്? സർ ആ നീ എങ്ങനെ വേണ്ടാത്തടത്ത് അന്വേഷിച്ച് കയറണ്ട. സർ തന്നെ പോലെ തലതെറിച്ച ഗീതാഫീസർമാർക്ക് ഇയാളെ പോലെ പോളന്മാരായ മേലാഫീസർമാർ പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ അങ്ങനെ വേണ്ട പോലെ ബോധ്യപ്പെട്ടത് വരില്ല. അതുകൊണ്ടാ നേരിട്ടെന്നെ കാണാൻ വിളിപ്പിച്ചത്. അറിയാമല്ലോ, അണികളോ മുന്നണിയോ ജനങ്ങളോ പിന്തുണച്ചിട്ടല്ല, ചില ചാനലുകാരും പത്രക്കാരും സഹായിച്ചിട്ടും അല്ലാതെ ഒരുപാട് വ്യയം ചെയ്തിട്ടും ഞാനൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എ സ്ട്രോങ് ഫേസ്. സർ അത് വെടിപ്പാക്കി നിലനിർത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോ ഇതുപോലെ ചില ഓപ്പറേഷൻസ് വേണ്ടി വരും. അങ്ങനെ ഒരു ഇടപാടാണിതും. ഇനി ഇതിന്റെ പിന്നിൽ വേറെ ഏതെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചുമ്മാ സമയം വിടക്കാക്കണമെന്ന് പറഞ്ഞേക്കണം ഇവനോട്. പറയാം സാർ. ഓക്കോ സർ. എടോ എടോ പുലി, സർ തനിക്കെന്റെ ഈ എടാപോടാ വിളി അത്രയ്ക്ക് അങ്ങോട്ട് ശീലപ്പെടുന്നില്ല അല്ലേ? ഇല്ല. സഖാവ് അങ്ങനെ വിളിക്കുമ്പോ അതിനൊരു ഇമ്പം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ സഖാവിന്റെ ഒരു കീഴാഫീസറാണെന്ന് തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിപ്പിച്ചിട്ടില്ല. പക്ഷെ സിഎൻ ചുമ്മാ കയറി പൊട്ടനെന്നും പോഴനെന്നും വിളിക്കുമ്പോ അത് കേവലം ഒരു മാടമ്പി ധാർഷ്ട്യം, വെറും ഒരു പെറ്റി ഹോളോ ഫ്യൂഡൽ ആരഗൻസ്. അത് മാത്രമേ ഉള്ളൂ സർ. കേട്ടില്ല. പേടിച്ചതാ സാർ. പേടിച്ചതാ മോൻ പോഴൻ. സാർ ഒന്നുമില്ലെന്നേ. എന്ത് പറ്റി? ഷോക്ക് അടിച്ചോ? കുന്തം. ആ കുറിപ്പിനോട് ഈ ലൈനൊക്കെ ഒന്ന് നോക്കിക്കാൻ പറയണം. എടാ നോക്കട്ടെ. അത്രേ ഉള്ളൂ. പോയേ. ഇങ്ങോട്ടോ. ഇന്നെന്താ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ലേ? കുറച്ചു കാലം കൂടെ ഓടും. നമുക്ക് ആ തോമസ് ആനുവിന്റെ ഇൻസ്റ്റാൾമെന്റ് കാര്യം ഒന്ന് വിളിപ്പിച്ചാലോ? ദീദി അപ്പു എന്നിട്ട് നീ
മീറ്റിംഗ് കഴിഞ്ഞപ്പോ മനസ്സിലായെന്നിരിക്കെ എന്താ സി എമ്മിന്റെ ഇൻട്രസ്റ്റ് എന്ന് ഈ കേസില് ഊഹം എടീ ഉം. ഒരു പോലീസുകാരന് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് ഇൻസ്റ്റിങ്സ് തോന്നാം അത് ചിലപ്പോ 199 തെറ്റിന്നിരിക്കും. തെറ്റാണെന്ന് തോന്നുന്നത് മുഴുവൻ അവൻ ഷെയർ ചെയ്യും ആരോടും. പക്ഷേ ശരിയെന്ന് ഉറപ്പുള്ള ആ ഒരെണ്ണം ഉണ്ടല്ലോ, അത് ഒരുത്തനോടും പറയില്ല ഒടുക്കം വരെ, കൂടെ കിടക്കുന്ന സ്വന്തം ഭാര്യയോട് പോലും. മനസ്സിലായോടി കഴുതേ. ദേ, 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 ദേ. ഡേയ്,